ഒരു വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് വേണം. അല്ലാതെ എന്തൊക്കെയാണെന്ന് അറിയാതെ. ചേട്ടൻ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നോ അതൊക്കെ ഇങ്ങെടുത്തോ. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? വീട്ടിലെ പെമ്പറന്നോത്തി എന്തിയേ? പ്രസവത്തിനുണ്ടെന്നാക്കിയോ? രണ്ട് വലിയ പെമ്പിള്ളേരുള്ള ആളാ. ചേട്ടാ സാധനം കൊടുക്ക്. ആ, എല്ലാം ഇപ്പൊ എടുക്കാമേ. ആ എല്ലാം ഇപ്പൊ എടുത്തു തരാം. ആ വേഗം എടുത്തോ. അല്ല, കുറച്ച് സാധനങ്ങൾ തരണമെങ്കിൽ എന്തൊക്കെ അറിയണം? വേണം. വേണ്ട, നീ കഴിച്ചു. അതെ, ഈ ചോറ് ഞാൻ ഒരു രീതിയിൽ അങ്ങ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകിയിട്ടൊക്കെയാണോ ഇട്ടത്? അല്ല, ഒരു 3-4 വട്ടം ഞാൻ കഴുകി നന്നായിട്ട് തിരുമ്മി തന്നെ കഴുകിയിട്ടുണ്ട്. പക്ഷെ കറി ഉണ്ടാക്കണമെങ്കിൽ അതിന് ശാലിനിയുടെ സഹായം തന്നെ വേണം. സത്യം പറയാലോ, ഇതൊക്കെ ആദ്യമായിട്ടാ. റാണി ഉണ്ടായിരുന്നെങ്കിൽ നല്ല സഹായമായേനെ. ഇനി എപ്പോഴാ റാണി തിരിച്ചു വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. വേലായുധേട്ടന്റെ കാര്യം ഇങ്ങനെ ആയില്ലേ. ഒരു കാര്യത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളെ സമ്മതിക്കണം. ഈ തിളച്ച വെള്ളത്തിലേക്ക് അരി കഴുകിയിടുന്ന ഒരു പ്രക്രിയയില്ലേ, അടുക്കള ഭാഗത്തൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ അമ്മ ചെയ്യുന്നത് മാത്രം കണ്ടുള്ള പരിചയം എനിക്കുള്ളൂ. അല്ല, ഇതെങ്ങനെ ചൂടുവെള്ളം വീഴാതെ അരി അതിനകത്തിടും? എങ്ങനെയായാലും വെള്ളം മേളിലേക്ക് തെറിക്കില്ലേ? കൈ പൊള്ളിയോ? ചെറുതായിട്ട്. ഇപ്പൊ മനസ്സിലായോ അടുക്കളയിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകള്? നിങ്ങൾ കൈയും കഴുകി വരുമ്പോ ഞങ്ങള് വിളമ്പി വെച്ച് തരുന്നത് ഒരു നല്ല ഭംഗി വാക്ക് പോലും പറയാതെ അല്ലേ നിങ്ങൾ കഴിച്ചിട്ട് പോകുന്നത്? എന്തായാലും ഈ അരി കഴുകിയിടുന്നതേ ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാ. ഒരു സംഭവവും ഇല്ല. അതിനെ ഒരു താളമുണ്ട്, അതിനനുസരിച്ചിട്ടാ മതി. അല്ല, താളോ? ഈ താളവും രാഗവും ഒക്കെ നോക്കിയിട ഇതെന്താ സംഗീതോ? എന്തിലാ സംഗീതം ഇല്ലാത്ത? നമുക്ക് ചുറ്റും കാണുന്ന എല്ലാത്തിലും സംഗീതമുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഈ അരി ഇടുന്നതിലും ഉണ്ടൊരു സംഗീതം. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അരി ഇടുന്നതിന്റെ ഒപ്പം തന്നെ കൈ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യണം. അരി ചെന്ന് വീണ് വെള്ളം മുകളിലേക്ക് ഉയരുന്നതിന് മുമ്പ് കൈ ഉയർത്തിയിരിക്കണം. അമ്മമാരൊക്കെ എത്ര ഈസി ആയിട്ടാ ഇത് ചെയ്യുന്നറിയോ? എങ്കിൽ നാളെ ആവട്ടെ, ഈ പറഞ്ഞ പോലെ നമുക്കങ്ങ് ട്രൈ ചെയ്ത് കളയാം. ഈ വേവ് ഒന്ന് ഞാൻ നോക്കി പറയാവേ. പിന്നെയും പുള്ളി. അതൊരു തുണി കൂട്ടി പിടിച്ചാ പോരെ? അത് ശരിയാണല്ലോ, ഈ തുണി എടുക്കാം. ദേ, ഈ പാവം നോക്കി. അയ്യോ, ഞാനതൊക്കെ മറന്നു. കൈ നീട്ടി. കുറച്ചുകൂടി വേവാനുണ്ട്. ഓക്കെ. ഇനിയിപ്പൊ ഇതാരാണാവോ? അയ്യോ അയ്യോ, ഇത് ഞാൻ എടുത്തോണ്ട് വരില്ലേ? ദാ വരുന്നു. ഇത് നമ്മുടെ വക്കീലാന്ന് തോന്നുന്നു. ഞാൻ വെച്ചുതരാം. പറ സാറേ, എന്തുണ്ട് വിശേഷം? എടോ, ഞാനിപ്പോ ഫ്രീയാ. താൻ വന്ന തന്റെ ചേച്ചിയും കുഞ്ഞിനെയും കാണാതായതിന്റെ പേരില് നമുക്ക് കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യായിരുന്നു.